എയർ പ്ലാന്റ്സ്. പേര് പോലെ തന്നെ മണ്ണിൻ്റെ ആവശ്യമില്ലാതെ എയറിൽ വളർത്താൻ പറ്റുന്ന ചെടികൾ. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനപ്പോൾ അതിനെ ഒന്ന് റീപ്ലാന്റ് ചെയ്യുകയാണ്. അതിന് ഞാൻ ഈ തടി കഷ്ണം ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പണ്ടത്തെ കൊരണ്ടിയായിരുന്നു താഴെ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് സിസ്റ്റം കണ്ടാൽ അധികം റൂട്ട്സ് ഇതിനില്ല, സക്യുലൻസിനെ പോലെയാണ്. പപ്സ് ഉണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങൾ അതിനുണ്ട്. അപ്പോൾ ഇന്നൊരു DIY പോലെ ഈ മരത്തടിയിൽ നമുക്കിത് അറ്റാച്ച് ചെയ്ത് നമുക്ക് നോക്കാം. പല കളേഴ്സിനെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്ന പേർപ്പിളും വൈറ്റും ബ്ലൂംസ് തരുന്ന ഫ്ലവേഴ്സ് തരുന്ന ചെടികളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പം നമ്മൾ ഇതുപോലെ ഒരു കയറെടുത്തിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ റൂട്ട്സിൻ്റെ ആകെ പ്രയോജനം ഇതിനെ ഒരു തടി കഷ്ണത്തിലോട്ടോ അല്ലെങ്കിൽ എവിടെയാണോ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു പർപ്പസ് മാത്രമേ റൂട്ട്സിനുള്ളൂ. ബാക്കി ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ഇതിൻ്റെ ഇലകളാണ് എടുക്കുന്നത്. അപ്പോൾ ഇലയിൽ ഈ ഒരു വെള്ള കളറില്ല, അത് എത്രത്തോളം കൂടുതലാണോ അത്രയും സൺലൈറ്റിനെ അത് സർവൈവ് ചെയ്യാൻ സഹായിക്കും. കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇത് നമ്മളുടെ പൈനാപ്പിളിൻ്റെ ഫാമിലിയിലെ ബ്രൊമീലിയേറ്റ്സ്, അതിൻ്റെ ഒരു ഫാമിലി പെടുന്ന ഒരു ചെടിയാണ്. ഷെയ്ഡിൽ മഴയൊക്കെ നനഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് അതവിടെ ഇങ്ങനെ നല്ല രീതിയിൽ വളർന്നോളും. അപ്പോൾ ഇത് വളർന്നു വന്ന ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഈ മഴക്കാലത്ത് ഇത് എങ്ങനെ വരും നമുക്ക് നോക്കാം.